കുന്നേൽ ബ്രദേഴ്സിന്റെ 59ാമത് സ്കിറ്റ് എന്റെ രണ്ടാം വരവ്. ഈ സ്കിറ്റിലെ കഥയും കഥാപാത്രങ്ങളും തികച്ചും ആകസ്മികം മാത്രമാണ്. ആരുമായെങ്കിലും സാമ്യമുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികമാണ്. അടുത്തൊരു ബെല്ലോടുകൂടി സ്കിറ്റ് ആരംഭിക്കുന്നതായിരിക്കും. എടി സാറാമേ, ഇന്ന് ഞായറാഴ്ചയാണ്, നീ ഇതുവരെ എഴുന്നേറ്റില്ലേ? ജോലിയുള്ള ദിവസമാണെങ്കിൽ ഇവൾ 5 മണിക്ക് റെഡിയാ. ഞാൻ റെഡിയായിക്കൊണ്ടിരിക്കും അച്ചായ. ആകപ്പാടെ കിട്ടുന്ന ഒരു സൺഡേയാ. അന്നുകൂടി മനുഷ്യനെ ഉറങ്ങാൻ സമ്മതിക്കത്തില്ലേ ഈ മനുഷ്യൻ. അവളോ റെഡിയായില്ല, ഇനി അവന്റെ സ്ഥിതി എന്താവോ ആവും. എടാ മത്തായി കുഞ്ഞേ, പള്ളിയിൽ പോകണ്ടേ? റെഡി ആയല്ലേ ഇതുവരെ? ഞാൻ എപ്പോഴും റെഡിയായി. ഇവനെന്താ ഇന്ന് നേരത്തെ? Daddy, they told us last week if we go early to church, we'll get donuts. പിന്നെ അതുമല്ല, ഇന്ന് ഇംഗ്ലീഷ് കുർബാനയാ. ഓ, അത് ശരി. എടിയേ, എന്നാ നീ ഇവനെയും കൊണ്ടങ്ങ് പള്ളിയിൽ പൊക്കോ. എനിക്ക് പെട്ടെന്നൊരു തലവേദന പോലെ. ഒന്ന് പോ മനുഷ്യ. ഈ പിള്ളേർക്ക് എന്തെങ്കിലും മനസ്സിലാകുന്ന ഒരു ഞായറാഴ്ചയായിരുന്നു. അപ്പോഴാ അങ്ങനെ ഒരു തലവേദന. നിങ്ങൾ കൂടി ഒന്ന് വാ. അത് നേരെ. ഈ പിള്ളേർക്ക് എന്തെങ്കിലും മനസ്സിലാകുന്ന ദിവസം, നമുക്കൊന്നും മനസ്സിലാകാത്ത ദിവസം. എന്റെ അച്ചായ, 2 ഇംഗ്ലീഷ് പഠിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല. അതുമല്ലെന്നേ, ഇന്ന് വണ്ടി ഇടാൻ ഇഷ്ടം പോലെ സ്ഥലവും കാണും. Dad, why do we say Kurielaison ഇടയ്ക്കിടയ്ക്ക് in the കുർബാന? അത് പിന്നെ മത്തായി കുഞ്ഞെ, ഈ കുറിയലൈസോൻ എന്ന് പറഞ്ഞാൽ കഴിയാറായി, അത്രയുള്ളൂ. അപ്പോൾ all men എന്ന് പറയുന്നതോ? ഓൾമൻ അല്ലട മണ്ട, ആമീൻ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് നോക്കി നിൽക്കാൻ. നിങ്ങളാള് കൊള്ളാലോ മനുഷ്യ. സൺഡേ സ്കൂളിൽ ഇതുവരെ പോകാത്ത നിങ്ങൾ ഇതൊക്കെ എങ്ങനെ പഠിച്ചു? എടി, പള്ളിയിൽ പോയാൽ ശ്രദ്ധിച്ചു നിൽക്കണം. അല്ലാതെ വല്ലവരുടെ സാരിയുടെ ഭംഗിയും വളയർ ഡിസൈനും ഒക്കെ നോക്കി നിന്നാൽ ഇതൊന്നും പിടികിട്ടില്ല. മനസ്സിലായോ? അതൊക്കെ പോട്ടെ. കഴിഞ്ഞ ആഴ്ച കൂടി അച്ഛൻ മൈക്കിക്കൂടെ വിളിച്ച് പറഞ്ഞ് ആരാധന സമയത്ത് ആരും വെളിയിൽ ഇറങ്ങി പോകരുതെന്ന്, അകത്ത് തന്നെ കയറി നിൽക്കണമെന്ന്. നിങ്ങളെ എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ അവിടെ ഒന്നും. എടി, പള്ളിയുടെ നാടകശാല അല്ലെങ്കിൽ പള്ളി നട എന്ന് കേട്ടിട്ടുണ്ടോ? അവിടെ നിന്ന് കുർബാന കണ്ടാലേ കണ്ടതായി തോന്നത്തുള്ളൂ. അതിപ്പോ ഇവിടെ ഇല്ലല്ലോ, അതുകൊണ്ട് ഞാൻ വെളിയിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ. ഓ പിന്നെ, കൂടുതൽ വിശദമാക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ നിങ്ങളെ കാണാൻ തുടങ്ങിയിട്ട് ഇന്നോ ഇന്നലെയോ ഒന്നും അല്ലല്ലോ. ഹലോ, എടാ ബേബി, ഞാൻ തമ്പിച്ചനാ. നീ ഇന്ന് പള്ളിയിൽ പോകുന്നുണ്ടോ? പോവാണെങ്കിൽ എന്നെ കൂടെ ഒന്ന് കൊണ്ടുപോകണേ. എന്റെ കാലിനൊരു ചെറിയ വേദന. എടി, ഇത് നമ്മുടെ സ്ഥിരം തമ്പിച്ചാനാ, എന്തു പറയണം? ഓ, അതൊന്നും വേണ്ട. പുള്ളിക്കാരന്റെ കത്തി ഉപദേശിച്ച് സഹിക്കാൻ വയ്യ. അയ്യോ തമ്പിച്ചായ, ഞങ്ങൾ മിക്കവാറും പള്ളിയിൽ പോകത്തില്ല കേട്ടോ. എന്നാ ശരി, വെക്കട്ടെ. അങ്ങനെ നമ്മുടെ തമ്പിച്ചായന് ഒരു പടി കൊടുത്തു. നിങ്ങൾ എന്തിനാ മനുഷ്യ ഫോൺ എടുത്ത് തമ്പിച്ചാന്റെ നമ്പർ കണ്ടിട്ടു? എടി, ഞാൻ അറിഞ്ഞുകൊണ്ട് പുള്ളിയുടെ ഫോൺ എടുക്കൂ. തമ്പിച്ചാനാണ് ബുദ്ധിമാണ്. പുള്ളി അണ്ണോൺ നമ്പറിൽ നിന്നൊക്കെ വിളിച്ചത്. ഓ, നോക്കിക്കേ സമയം. ബാ അച്ചായ, നമുക്ക് പോയി ഒരുങ്ങാം. അങ്ങനെ ഒരു ഞായറാഴ്ച രാവിലത്തെ പുകലിന് ശേഷം ബേബി ചായനും കുടുംബവും പള്ളിയിലേക്ക്. അതാരോ കളിത്തൊഴു
ആരാ പള്ളിയിൽ ഒരു പുതിയ ആൾ ഒന്ന് പോയി മുട്ടിയേക്കാം. ഹലോ, ഐ ആം ദ ബേബി. പുതിയതായിട്ട് പള്ളിയിൽ വന്ന ആളായിരിക്കും അല്ലേ? യെസ്, ബട്ട് യു ഡോണ്ട് ലുക്ക് ലൈക്ക് എ ബേബി. No, my name is Baby. ഓക്കെ, എനിക്ക് മലയാളമൊക്കെ അറിയാം. ബേബിച്ചാൻ പള്ളിയിൽ വന്നിട്ട് ഇവിടെ നിന്ന് കിടന്നു. എന്താ പള്ളിയിലോട്ട് കയറാൻ? അയ്യോ, അച്ഛനിപ്പോ ധൂപക്കുറ്റി വാഴ്ത്തിക്കൊണ്ടിരിക്കുകയല്ലേ, അത് കഴിഞ്ഞിട്ട് കയറും. അതെന്താ ഈ ധൂപക്കുറ്റി വാഴ്ത്തല്? ഈ മനുഷ്യനും എന്നെ പോലെ സൺഡേ സ്കൂളിന്റെ പടി വന്നിട്ടില്ല. അത് പിന്നെ ഈ ധൂപക്കുറ്റി കഴിഞ്ഞ ആഴ്ചയാണ് അച്ഛൻ ഉപയോഗിച്ചത്. പിന്നെ ഇന്നല്ലേ അത് കാണുന്നത്. എല്ലാ ആഴ്ചയും അച്ഛനത് സൂക്ഷ്മമായി ഓരോ മണി എടുത്തു നോക്കും. എല്ലാം ഓക്കെ ആണെങ്കിൽ അച്ഛനതെടുത്ത് വീഴ്ച നോക്കിയിട്ട് തിരിച്ചേൽപ്പിക്കും. അത്രേ ഉള്ളൂ. എന്തോ അച്ഛായി പറയുന്നേ? കഴിഞ്ഞ ആഴ്ച കൂടി അച്ഛൻ ധൂപക്കുറ്റിയെ കുറിച്ചും നമ്മുടെ വിശ്വാസത്തെ കുറിച്ചും പള്ളി പ്രസംഗിച്ചതല്ലേ? അതെങ്ങനാ? ഇതൊക്കെ അച്ഛൻ പള്ളി പറയുമ്പോ വെളിയിൽ പോയി ധൂപം വെച്ചുകൊണ്ടിരുന്ന ഇതൊക്കെ മനസ്സിലാവും. ഇതാണ് ഓർത്തഡോക്സുകാരുടെ കുഴപ്പം. ഒന്നും അറിയത്തില്ലെങ്കിലും വാചമടിക്ക് ഒട്ടും പുറകിലാണ്. അപ്പം ബേബിച്ചാൻ പള്ളിയിൽ വരുന്നത് ഒരു ടൈം പാസിനായിരിക്കും അല്ലേ? മത്തായി, പിന്നെ നീ കയറി കൂടെ പള്ളിയില് തീരാറായി കാണും. അതിപ്പോ അച്ഛന്റെ ചുരുങ്ങിയ ദീർഘമായ മെയിൻ സൺഡേ മെസ്സേജ് കഴിയുമ്പോ ഞാനത് തീർക്കോളാം. മെസ്സേജ് ഒക്കെ ഞാൻ എത്ര കേട്ടിരിക്കുന്നു. വേണമെങ്കിൽ 2 മെസ്സേജ് അങ്ങോട്ട് കേൾപ്പിക്കാം. എന്താ? അപ്പോൾ പള്ളിയിൽ വന്നിട്ട് പ്രാർത്ഥിക്കൊന്നും വേണ്ടേ? അതിപ്പോ ഈകളിന്റെ ഒരു കളിയുണ്ടല്ലോ, അതിനെ പറ്റി ഒരു ഡിസ്കഷൻ വേണം. അത് കഴിഞ്ഞാൽ പിന്നെ ഫോക്കസാ. അവിടെ ഞങ്ങള് വേദപുസ്തകം വായിക്കും, പ്രാർത്ഥിക്കും, അവസാനം ടേബിൾ ടെന്നീസ് കളിക്കും. ബേബിച്ചായ, you know, prayer is very important in life. It will make your spirit happy and you will receive all blessings from heaven. അത് ശരിയാ. ഒരു കല്യാണമോ മാമോദിസയോ ഹൗസ് വാമിങ്ങോ ഒക്കെ ആകുമ്പോ കുറച്ച് സ്പിരിറ്റും കൂടി ഇരുന്ന പാർട്ടി അടിപൊളിയായി. So, where is the church restroom? അത് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാമെങ്കിൽ അതാ നല്ലത്. എന്തിനാ വെറുതെ റിസ്ക് എടുക്കുന്നത്? ആരാ ബേബിച്ചായ? ഒരു പുതിയ ആള്. ബേബിച്ചായന്റെ ഫ്രണ്ട് ആണോ? ഓ ഇല്ല, ഞാനിപ്പോ അങ്ങോട്ട് പരിചയപ്പെട്ടതേ ഉള്ളൂ. മോൻ ആദ്യമായിട്ട് വന്നതായിരിക്കും അല്ലേ? എന്താ ജോലി? മരപ്പണി. മരപ്പണിയോ? അയ്യോ, കയ്യിലെന്താ ഒരു ചുമന്ന പാട്? അതോ ഒരാണി കുത്തി കയറിയണം. കണ്ടിട്ട് നല്ല പയ്യനാണല്ലോ. നമ്മുടെ പരസ്പരം സീരിയലിന്റെ സൂരജില്ല. ആ ശരിയാ, നമ്മുടെ ഡെലിവറിയിലെ അവറാച്ചന്റെ മൂത്ത മൂക്ക് വേണ്ടി ആലോചിച്ചാലോ? ഗ്രീൻ കാർഡിലാണോ വന്നത്? ഉടനെ പോകുമോ? ഇല്ല ആന്റി, ഉടനെ പോകണം. ജസ്റ്റ് വിസിറ്റിങ്ങിന് വന്നതേ. ബേബിച്ചായ, എനിക്ക് നിങ്ങളുടെ പള്ളി ഒത്തിരി ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും നല്ല കരുതലും സ്നേഹവുമാണ്. സ്നേഹത്തിന്റെ കാര്യത്തിൽ ഞങ്ങളുടെ പള്ളി ഒട്ടും പിന്നിലല്ല. പുതിയ ആളാണെങ്കിൽ പിന്നെ അച്ഛന് പ്രത്യേക ഒരു സ്നേഹമാണ്. സ്നേഹിച്ച
ഞാനങ്ങ് പേടിച്ചു പോയി. എടി ഇപ്പം വലിയ കുഴപ്പമില്ല കേട്ടോ, ഒന്ന് ഉറങ്ങി എണീറ്റതുപോലെ. ഇവിടെ ഉണ്ടായിരുന്ന നമ്മുടെ പുതിയ മെമ്പർ എവിടെ പോയി? ഹലോ മകനെ ബേബി, ഇത് നിന്റെ കർത്താവാണ്. രാവിലെ വിളിച്ചതും ഞാൻ തന്നെ. എന്റെ വരവ് ഏറ്റവും അപ്രതീക്ഷിതവും ആരും നനച്ചിരിക്കാത്ത നാഴികയുമായി. നിങ്ങൾ ഒരുങ്ങിയിരുന്നു കൊള്ളു. അയ്യോ കർത്താവേ, അത് നീ ആയിരുന്നോ? കർത്താവ് അവസാന നാളിൽ കള്ളനെ പോലെ വരുമെന്ന് പറഞ്ഞിട്ട് സൂട്ടിലും കോട്ടിലും വരുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചു. സഹോദരി, അനുഗ്രഹീതമായ ഈ ക്രിസ്മസ് ദിനത്തിൽ നമ്മൾ സമൂഹമൊന്നായി ഒരു ആത്മപരിശോധനയ്ക്ക് തുനിയുന്നത് നന്നായിരിക്കും. കുടുംബ മൂല്യങ്ങളുടെയും സാഹോദര്യ ബന്ധങ്ങളുടെയും മൂല്യച്യുതി കുറഞ്ഞു വരുന്ന ഈ കാലഘട്ടത്തിൽ ക്രിസ്തുവിന്റെ തിരുപ്പിറവിൽ നമുക്ക് നൽകുന്ന സന്ദേശമായ അന്യോന്യം സ്നേഹിപ്പാനും കരുതുവാനും അശരണരെയും ആലംബഹീനരെയും ഒരു കൈ കൊടുത്ത് സഹായിക്കുവാനും ഉതകുന്ന ജീവിതശൈലി ആർജിക്കുവാൻ കഴിയട്ടെ. ആരാധനയിൽ കൂടി ലഭിക്കുന്നതായ ദൈവിക കൃപകൾ വിമർശനങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും മറുപടി നൽകുന്നു. ലക്ഷ്യബോധമില്ലാത്ത കാപട്യം നിറഞ്ഞ ആരാധനാഭാവങ്ങൾ ഒരു ശാപമായി തീരാതെ ദൈവം മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിച്ച് ക്രിസ്തീയ മൂല്യങ്ങൾ മുറുകെ പിടിച്ചുള്ള ഒരു ജീവിതം നമുക്ക് നയിക്കാം. ഞങ്ങളുടെ ഈ ചെറിയ ഉദ്യമത്തിൽ വന്നുപോയിട്ടുള്ള പിഴവുകളെ സാദരം ക്ഷമിക്കണമേ. ഇതിൽ സഹകരിച്ച എല്ലാവരോടുമുള്ള സ്നേഹം അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.